നമസ്കാരം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ രാജ്യമായ ബംഗ്ലാദേശ് നീറിപ്പുകയാണ്. അവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അവിടെ ഒരു വലിയ സംഘർഷത്തിലേക്ക് ഏർപ്പെടുന്നു. ഒരാൾ മരണപ്പെട്ടു, 37 പേർക്ക് പരിക്കേറ്റു. അപ്പോൾ അങ്ങനെ നിരവധി സംഘർഷങ്ങൾ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന സമാധാനത്തിന് നൊബേൽ പ്രൈസ് വാങ്ങിയ ഒരാളാണ് അവിടെ ഭരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. സംഭൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഈ പറയുന്ന പോലെ പള്ളിയിൽ ഒരു റീസർവേ നടത്തുകയാണ്. അവിടെ റീസർവേ നടത്തിയതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികം ഒരാളുടെ ആരാധനാലയത്തിൽ കയറിയിട്ട് അവിടെ റീസർവേ ചെയ്ത് സർവേ നടത്തിയിട്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കാട്ടുന്ന ഒരു ഉദ്വേഗമുണ്ടല്ലോ, ഒരു താല്പര്യം. ആ താല്പര്യം തീർച്ചയായും സംഘർഷത്തിലേക്ക് തന്നെ പോകും. അത്തരം സംഘർഷം സംഭൽ എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു സ്ഥലത്ത് ഉണ്ടാവുകയും ചെയ്തു. അവിടുത്തെ ഒരു ദർഗയിൽ അവിടെ 6 പേരാണ് അവിടെ ഈ സംഘർഷത്തിൽ മരണപ്പെട്ടത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അതായത് രാജ്യം വർഗീയ കലാപത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ബംഗ്ലാദേശിലേക്ക് നോക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉലയുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് നമ്മൾ. ആ സാഹചര്യത്തിലാണ് ഉത്തർപ്രദേശിൽ 6 പേർ അവിടെ മരണപ്പെടുന്നത്. വർഗീയ കലാപത്തിന്റെ ഭാഗം എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അത് അജ്മീറിലേക്ക് നമുക്ക് പോകേണ്ടി വരും. രാജസ്ഥാനിൽ നമുക്കറിയാം, രാജസ്ഥാൻ ഇപ്പോൾ ഭരിക്കുന്നത് ഭജൻലാൽ ശർമ്മ എന്ന് പറയുന്ന BJP നേതാവാണ്. ഇക്കഴിഞ്ഞ വർഷം ഇപ്പോൾ ഒരു വർഷം കൊണ്ട് അദ്ദേഹം ഭരിക്കുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? അജ്മീറിൽ ഒരു ദർഗയുണ്ട്. ആ ദർഗ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് വേണം എന്നുള്ള രീതിയിൽ അവിടെ ഹർജി പോയിരിക്കുന്നു. അത് മുൻപെങ്കോ ഉള്ള ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ പുസ്തകത്തിൽ അതുമായി ബന്ധപ്പെട്ട് പരാമർശമുണ്ടത്രേ. എന്താണ് പരാമർശം എന്നുള്ളത് നോക്കാം. ആ ദർഗ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കറിയാം ഒരു ശിവക്ഷേത്രത്തിന്റെ മുകളിലാണ്. അവിടെ ആ ശിവക്ഷേത്രത്തിന്റെ പല അടരുകളും അവശിഷ്ടങ്ങളും അവിടെ നിന്ന് കണ്ടെത്തി എന്ന ആ റിട്ടയർഡ് ജഡ്ജിയുടെ ഒരു പരാമർശം പുസ്തകത്തിനകത്തൊരു പരാമർശമുണ്ടത്രേ. അതുകൊണ്ട് അവിടെ സർവേ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി പോയിരിക്കുന്നു ഹിന്ദു സംഘടനകളുടെ. അതായത് ഗിരിരാജ് സിംഗ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രി. അതായത് വിഷ്ണു ഗുപ്ത എന്ന് പറയുന്ന ഒരു ഹിന്ദു സംഘടനയുടെ നേതാവടക്കമുള്ളവരാണ് ഈ രീതിയിൽ ഒരു ഹർജിയുമായി അവിടുത്തെ പ്രാദേശിക കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി ഉടനെ പറഞ്ഞു, ശരി, അങ്ങനെ ആയിക്കോട്ടെ. കാര്യം എന്താ, ഭരിക്കുന്ന പാർട്ടിയുടെ തീരുമാനപ്രകാരം അതേ സംഘടന, ഹിന്ദു സംഘടന എന്ന് പറയുകയാണ്, ഇത് നടത്തണം, അവിടെ സർവേ നടത്തണം. കാര്യം അവിടെ എന്തുണ്ട്? അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. നമുക്കറിയാം, രാമക്ഷേത്രത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പള്ളി പൊളിച്ചു കളയും. നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ രഥയാത്രകൾ നടത്തി. ഇവിടെ LK അദ്വാനിയും അടക്കം അതിനകത്ത് പ്രതികളായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ പള്ളി ബാബറി മസ്ജിദ് പൊളിച്ച് ദൂരെ കളഞ്ഞു. എന്നിട്ട് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ അവിടെ രാമക്ഷേത്രം പണിഞ്ഞു, അവിടെ രാംലല്ല പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അടുത്ത വർഗീയ സംഘർഷങ്ങളിലേക്ക് രാജ്യം നടന്നെടുക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ തരുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിക്കുന്ന അവിടെ പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദർഗാ കമ്മിറ്റി എന്നിവയ്ക്കൊക്കെയാണ്, ദർഗാ കമ്മിറ്റിക്കുമൊക്കെയാണ് ഇപ്പോൾ ഈ പ്രാദേശിക കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. നിങ്ങളെന്താ സർവേയുമായി സഹകരിക്കണം, അവിടെ സർവേ നടത്താൻ അനുവദിക്കണം. ഇതാണ് ആവശ്യം. അതെന്താണ്? അവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ശിവക്ഷേത്രം ഈ ദർഗയുടെ കമ്മിറ്റിക്കാർ നശിപ്പിച്ച് കളഞ്ഞു അത്രേ, വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത്. അതിനെ നശിപ്പിച്ചിട്ട് പകരം അതിൻ്റെ മുകളിലേക്ക് ഈ പറയുന്ന ദർഗ, അല്ലെങ്കിൽ ഇപ്പോൾ ശിവക്ഷേത്രം നശിപ്പിച്ച് ദർഗ കെട്ടി ഒന്ന്. പിന്നെ എന്താ, അത് ഇപ്പോൾ ഉള്ള ദർഗയുടെ ഇപ്പോൾ ഉള്ള രജിസ്ട്രേഷൻ റദ്ദാക്കി കളയണം. അതാണ് ഈ ഹർജിക്കുള്ളിലെ ആവശ്യങ്ങളാണ്. പിന്നെയോ വീണ്ടും അവിടെ സർവേ നടത്തണം. ഇതൊക്കെ ഇങ്ങനെയുള്ള 3 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഭീകരമായ ഒരു മത അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഇത് തന്നെയല്ലേ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് UPയിലെ യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ചേർന്നിട്ട് നമ്മുടെ താജ്മഹലിന്റെ ചുറ്റും നടന്ന് പ്രാർത്ഥനകളും ശിവസ്തുതികളുമായി കറങ്ങി അടിച്ച് നടന്ന് നമുക്കറിയാം. അവിടെ ശിവക്ഷേത്രത്തിന് പകരം അതിന് പകരം അത് പൊളിച്ചു കളഞ്ഞിട്ടാണ് അവിടെ താജ്മഹൽ പണിതത് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ചരിത്രത്തിന്റെ അപനിർമ്മാണം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചരിത്രത്തെ അപനിർമ്മിക്കുക, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ചരിത്ര സംഹിതകളെ എല്ലാം വലിച്ചു കീറി ദൂരെ കളഞ്ഞിട്ട് ഇവർ പറയുന്നതാണ് ചരിത്രം എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ അങ്ങനെ അവിടെ താജ്മഹലിന്റെ ഉള്ളിൽ ശിവക്ഷേത്രമുണ്ടെന്നും ആ ശിവക്ഷേത്രത്തിന്റെ ശരിയായ പേര് അല്ലെങ്കിൽ താജ്മഹൽ അല്ല തേജോ മഹാലയ ആണ് എന്നും പറഞ്ഞിട്ട്
ഒരു വിഭാഗം ആളുകൾ UP-യിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ ആ താജ്മഹലിന് ചുറ്റും ശിവസ്തുതികളും പാടിക്കൊണ്ട് കറങ്ങി നടന്നു, സന്ദർശകരെ ആട്ടി ഓടിച്ചു. ഇതൊക്കെ നടന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ അതാ അടുത്ത വന്നിരിക്കുകയാണ് അജ്മീറിലെ ദർഗയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സംഭലിൽ നടന്ന സംഭവം 6 പേരുടെ മരണം. ഇവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇവിടെ ഇനി ഇത് വെറുതെ തീരുന്ന കേസാണോ? ഇത് അല്ല. ഒരു ദർഗ അവരുടെ വിശ്വാസമാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാനും ആരാധന നടത്താനും കഴിയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചില അപനിർമ്മാണങ്ങളിലൂടെ അപനിർമ്മിതികളിലൂടെ അവിടുത്തെ ഒരു വിഭാഗത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു രജപുത്ര സംസ്കാരം നിലവിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്, അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്നാൽ അവിടേക്ക് ഒരുപാട് സംസ്കാരങ്ങൾ കൂടി ചേരുന്നു. അതുകൊണ്ടാണ് രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനം അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ആ സംസ്ഥാനത്തിൽ കെട്ടുറപ്പുണ്ടാകുന്നത് അതുകൊണ്ടാണ്. അശോക് ഗെഹ്ലോട്ടായിരുന്നു ഇതിനു മുമ്പ് അവിടെ മുഖ്യമന്ത്രിയായി അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പറയുന്ന ഭജൻലാൽ ശർമ്മ അവിടെ സ്ഥാനം ഏറ്റെടുക്കുന്നത് മുഖ്യമന്ത്രിയായിട്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന ഒരു വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? ഇവിടെ നടക്കുന്നത് എന്താണ്? വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വർഗീയതയെ കൂട്ടുപിടിക്കുകയാണ് ഇവർ. ഹിന്ദു വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ആകെ, സമുദായത്തെ എന്നല്ല പറയുന്നത്, ഒരു സമൂഹത്തെ ആകെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന് പള്ളി കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ ദർഗാ കമ്മിറ്റിക്കാർ പറയുന്നുണ്ട്. മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, വർഗീയത കത്തിച്ചുകൊണ്ട്. ഇപ്പൊ ഇതുവരെ ഉണ്ടായ മണിപ്പൂരിൽ നടക്കുന്ന വിഷയം എന്താണെന്ന് നമുക്കറിയാം. അദാനിക്ക് വേണ്ടിയിട്ട് അവിടെ ചെയ്തു കൂട്ടുന്ന ഗോത്രവർഗ്ഗക്കാരെ തമ്മിലടിപ്പിക്കേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് മണിപ്പൂരിൽ നടക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇവിടെയും ഇത് തന്നെ ചെയ്യുകയാണ്, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഈ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ നടക്കുന്നത് ഈ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് സമൂഹത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണെന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെന്താണ്? അപ്പോഴാണ് ഇതിനെല്ലാം മറുപടിയുമായിട്ടാണ് ആര് വരുന്നത്? ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി വരുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഹിന്ദുക്കൾക്ക് കോടതിയെ സമീപിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. അതായത് ഇത്തരത്തിൽ ദർഗകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഹിന്ദു ദേവാലയങ്ങൾക്ക് മുകളിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നും സർവേ നടത്തണമെന്നും തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എവിടെ കോടതിയെ സമീപിക്കാൻ കഴിയും. അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തെ നശിപ്പിച്ചിട്ടാണ് ദർഗ വെച്ചത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള പരമാധികാരം ഹിന്ദുക്കൾക്കുണ്ട്, അല്ലേ? പിന്നെ എന്താ? പള്ളികളുടെ സർവേ തേടാനും അധികാരമുണ്ട്. പള്ളികൾ സർവേ ചെയ്യേണ്ടി വരും. രാജ്യത്തെ പള്ളികളെല്ലാം അങ്ങനെയാണെങ്കിൽ ഒട്ടുമിക്ക പള്ളികളും സർവേ നടത്തേണ്ടി വരും. ആ രീതിയിലാണ് പോകുന്നത്. നമ്മൾ പറയും വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. വഖഫുകാർ സ്ഥലം ഏറ്റെടുക്കുന്നു. ഇവിടെ നിരാഹാര സമരം വരെ നടക്കുന്നുണ്ട്, നമുക്കറിയാം, മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു നയവുമായി BJP സർക്കാർ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ടാണ് രാജ്യം സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതിനൊക്കെ നമ്മൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും. വലിയ വിലയെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഈ ഒരു വർഗീയ സംഘർഷത്തിലേക്കായിരിക്കും രാജ്യം നീങ്ങുന്നത്. കേരളത്തിലുള്ള വർഗീയ സംഘർഷം എന്തെങ്കിലും ഉണ്ടാകാതെ ചെറുക്കുന്നത് പലപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ അല്പസ്വല്പം ബോധവാന്മാരായതുകൊണ്ടാണ്. ഇവിടെ അതൊന്നും ഏശാത്ത കൊണ്ടാണ് സത്യത്തിൽ BJP പോലെ ഒരു വർഗീയ കക്ഷിക്ക് ഇവിടെ വലിയ രീതിയിൽ വേരോട്ടം ഉണ്ടാകാത്തത്. ഒരു പക്ഷേ വരും കാലങ്ങളിൽ ഈ ഹിന്ദുത്വത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് മതപ്രീണനം നടത്തിക്കൊണ്ട്, ഇവിടെ പ്രീണനം നടക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം പൊളിറ്റിക്കലി ഗെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, രാഷ്ട്രീയമായ ഒരു നേട്ടം ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന രാഷ്ട്രീയക്കാർ, ഇതിനു മുമ്പ് ഞാൻ അത് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇവിടെ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നില്ല. അവർക്ക് വോട്ട് നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് പൊളിറ്റിക്സ് ഈ പറയുന്ന റിലീജിയനിലേക്ക് ഇടപെടുന്നില്ല. ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. സുരേഷ് ഗോപി നടത്താൻ പോകുന്ന ഒരു മൂവ്മെന്റിന്റെ അടിസ്ഥാനം കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ രീതിയിൽ ഹിന്ദുക്കൾക്കിടയിൽ ഹിന്ദുക്കളെ കൊണ്ടുവന്ന് അവരിലേക്ക് വർഗീയ വിഷം കുത്തി നിറയ്ക്കാനുള്ള ചില ശ്രമങ്ങൾ ഇവിടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഇവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും CPM ഒക്കെ പാർട്ടികൾ വളരെ ശക്തമായി തന്നെ നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ഇത് എത്രത്തോളം നമ്മുടെ സംസ്ഥാനത്ത് ഫലപ്രദമാകും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ രണ്ടാമൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പാവുന്നുണ്ട്. UP-യിലെ സംഭലിലുണ്ടായ സംഭവം നമുക്കറിയാം. ഇനിയിപ്പോൾ രാജസ്ഥാനിൽ അജ്മീറിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. ഈ രീതിയിൽ വർഗീയതയെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ വലിയൊരു നാശനഷ്ടം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കണ്ണടച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അതിന് ഒരു പക്ഷേ നമ്മുടെ കോടതികളും കൂട്ടു നിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും.